Hello, in this section we are discussing about the difference between ideal and real remote sensing. First of all, energy source. In an ideal remote sensing, the energy source would be uniform energy source which provides energy over all wavelength at a constant non-high level of output. Ideal remote sensing, real remote sensing. ഐഡിയൽ റിമോട്ട് സെൻസിങ്ങും റിയൽ റിമോട്ട് സെൻസിങ്ങും എങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നു, ഏതൊക്കെ ഘടകങ്ങളിൽ വ്യത്യാസം വരുന്നു എന്ന് നോക്കാം. ആദ്യമായിട്ട് എനർജി സോഴ്സ് വെച്ച് നോക്കുന്നെങ്കിൽ ഒരു ഐഡിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകത എപ്പോഴും യൂണിഫോം ആയിട്ട് ഒരേ വേവ് ലെങ്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഹൈ ലെവലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു എനർജി സോഴ്സ് ആയിരിക്കും ഐഡിയൽ റിമോട്ട് സെൻസിങ്ങിൽ ഉണ്ടാവുക. ഇനി ശരിക്കും അങ്ങനെ ഒരു റിമോട്ട് സെൻസിങ് ഉണ്ടോ എന്ന് നോക്കാം. റിയൽ ആയിട്ട് എങ്ങനെയാണ് എനർജി സോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. The energy source for real system are usually non-uniform over various wavelengths and also vary with time and space. റിയൽ ആയിട്ടുള്ള എനർജി സോഴ്സിന്റെ പ്രത്യേകത അത് ഒരിക്കലും യൂണിഫോം ആയിരിക്കത്തില്ല, നോൺ യൂണിഫോം ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരേ വേവ് ലെങ്ത് ആയിരിക്കത്തില്ല, പകരം വേരിയസ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആയിരിക്കും. അത് മാത്രമല്ല ഈ വേവ് ലെങ്ത് സമയത്തിനനുസരിച്ചും സ്പേസിനനുസരിച്ചും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. This has major effect on passive remote sensing system. എനർജി സോഴ്സിലുള്ള ഈ ഒരു വ്യത്യാസം പാസീവ് റിമോട്ട് സെൻസിനെ ബാധിക്കും. കാരണം പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് സോളാർ എനർജി അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റിമോട്ട് സെൻസിങ് ആണ്. അതുകൊണ്ട് തന്നെ എനർജി സോഴ്സിലുള്ള ഈ വേരിയേഷൻസ് പാസീവ് റിമോട്ട് സെൻസിനെ ബാധിക്കാറുണ്ട്. The spectral distribution of reflected sunlight varies both temporally and spatially. റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൺലൈറ്റിന്റെ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടെമ്പോറലി, അതായത് ടൈം പീരീഡിനനുസരിച്ചും സ്പേഷ്യലി ഏത് സ്പേസിനനുസരിച്ചാണോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു സോയിൽ കവറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വെജിറ്റേഷൻ എന്നുള്ള അതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പോറലിയും സ്പേഷ്യലിയും അതിന് വ്യത്യാസമുണ്ട്. Earth surface materials also emit energy to varying degrees of efficiency. മാത്രമല്ല സണ്ണിൽ നിന്ന് വരുന്ന റിഫ്ലക്റ്റഡ് എനർജിക്ക് പുറമെ എർത്തിലെ ഓരോ മെറ്റീരിയലും സ്വന്തമായിട്ട് എനർജി എമിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന എനർജിക്ക് അനുസരിച്ചും റിഫ്ലക്ഷനിൽ വ്യത്യാസങ്ങൾ വരാം. റിയൽ റിമോട്ട് സെൻസിങ് സിസ്റ്റം നീഡ്സ് കാലിബ്രേഷൻ ഫോർ സോഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു റിയൽ റിമോട്ട് സെൻസിങ് സിസ്റ്റത്തിന് എപ്പോഴും കാലിബ്രേഷൻ ആവശ്യമായിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിന്റെ കേസിൽ എങ്ങനെയാണ് ഒരു ഐഡിയൽ റിമോട്ട് സെൻസിങ് സിസ്റ്റവും റിയൽ റിമോട്ട് സെൻസിങ് സിസ്റ്റവും ആക്ട് ചെയ്യുന്നത് നോക്കാം. Ideal, a non-interfering atmosphere which will not modify either the energy transmitted from the source or emitted or reflected from the object in any manner. ഒരു ഐഡിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകത അതിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നോൺ ഇന്റർഫിയറിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസോ യാതൊരു വിധത്തിലുള്ള പ്രോസസ്സോ നടക്കാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന എനർജി അത് മോഡിഫൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എമിറ്റ് ചെയ്തോ റിഫ്ലക്ട് ചെയ്തോ വരുന്ന എനർജിയും അത് മോഡിഫൈ ചെയ്യുന്നില്ല. ഇനി റിയൽ ആയിട്ടുള്ള റിമോട്ട് സെൻസിംഗ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്നത് നോക്കാം. The atmosphere modifies the spectral distribution and strength of the energy received or emitted. റിയൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വരുന്ന എനർജിയുടെയും അതുപോലെ തന്നെ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷനെയും സ്ട്രെങ്തിനെയൊക്കെ അത് മോഡിഫൈ ചെയ്യുന്നുണ്ട്. പല വിധങ്ങളായിട്ടുള്ള പ്രോസസ്സ് വഴി, അബ്സോർപ്ഷൻ വഴി അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വഴി, അതല്ലാന്നുണ്ടെങ്കിൽ സ്കാറ്ററിംഗ് വഴിയൊക്കെ അറ്റ്മോസ്ഫിയർ മോഡിഫൈ ചെയ്യുന്നുണ്ട്. The effect of the atmospheric interaction varies with the wavelength associated, sensor use and the sensing application. ഇനി അറ്റ്മോസ്ഫിയറിക് ഇന്ററാക്ഷന്റെ ഇഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ലെന്തിന്റെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഏത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്, പാസീവ് ആണോ ആക്റ്റീവ് ആണോ. ഇനി ആക്റ്റീവിൽ തന്നെ പല വിധങ്ങളായിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അത് മാത്രമല്ല സെൻസിങ് ആപ്ലിക്കേഷൻ ഏതാണോ അതനുസരിച്ചൊക്കെ ഇതിന് വ്യത്യാസങ്ങൾ വരാം.
Calibration is required to eliminate or compensate these atmospheric effects. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കാലിബ്രേഷൻ ആവശ്യമായിട്ടുണ്ട്. കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആക്യുറസി മറ്റെന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വെച്ചിട്ട് പ്രൂവൺ ചെയ്യുന്നതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ കാലിബ്രേഷൻ ചെയ്തതിനു ശേഷം മാത്രമാണ് അറ്റ്മോസ്ഫിയറിക് ഇഫക്റ്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും കോമ്പൻസേറ്റ് ചെയ്യാനും പറ്റുന്നത്. എനർജി ഇന്ററാക്ഷൻ അറ്റ് എർത്ത് സർഫസ്. എർത്ത് സർഫസ് എങ്ങനെയാണ് ഐഡിയൽ റിമോട്ട് സെൻസിങ്ങിലും റിയൽ റിമോട്ട് സെൻസിലും ആക്ട് ചെയ്യുന്നത് നോക്കാം. In an ideal remote sensing, a series of unique energy interactions at the Earth's surface generate reflected or emitted signals that are selective with respect to wavelength and also unique to each object or Earth surface type. ഒരു ഐഡിയൽ റിമോട്ട് സെൻസിംഗിൽ എർത്ത് സർഫസിലെ ഓരോ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും യുണീക്ക് എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എമിറ്റ് ചെയ്യുന്ന ഈ സിഗ്നൽസ് വെച്ചിട്ട് അത് ഏത് ഒബ്ജക്റ്റ് ആണ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഒബ്ജക്റ്റും സെലക്റ്റീവ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഐഡിയൽ റിമോട്ട് സെൻസിംഗിൽ. ഇനി ശരിക്കുമുള്ള റിമോട്ട് സെൻസിംഗിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. Remote sensing is based on the principle that each and every material reflects or emits energy in a unique known way. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ ഒരു ബേസ് തന്നെ എർത്ത് സർഫസിൽ കാണപ്പെടുന്ന എല്ലാ മെറ്റീരിയലും അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ എമിറ്റ് ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതും വെച്ച് അത് ഏത് ഒബ്ജക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ് റിമോട്ട് സെൻസിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. However, spectral signature may be similar for different material types. This makes differentiation difficult. പക്ഷെ റിയൽ ആയിട്ടുള്ള ഒരു റിമോട്ട് സെൻസിങ് പ്രൊസീജിയറിൽ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഒരേ സ്പെക്ട്രൽ സിഗ്നേച്ചർ കാണിച്ചെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഒബ്ജക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. Also, the knowledge of most of the energy matter interaction for Earth surface feature is either at elementary level or even completely unknown. അത് മാത്രമല്ല ഓരോ ഫീച്ചറിന്റെയും ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ എമിഷൻ അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും റിമോട്ട് സെൻസിങ്ങിന്റെ ആ ഒരു സ്പെക്ട്രൽ സിഗ്നേച്ചർ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എലിമെന്ററി സ്റ്റേജിൽ നിൽക്കുകയാണ്. ലീഫിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ സോയിലും വാട്ടറിലും മാത്രമാണ് ഇപ്പോഴും അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചറിന്റെയും ഒരു സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അൺനോൺ ആണ്. അതാണ് ശരിക്കുമുള്ള റിമോട്ട് സെൻസിങ്ങിലുള്ള എർത്ത് സർഫസ് ഇന്ററാക്ഷൻ. സെൻസർ എങ്ങനെ ഐഡിയൽ റിമോട്ട് സെൻസിങ്ങിലും റിയൽ റിമോട്ട് സെൻസിങ്ങിലും ഡിഫറെന്റ് ആയിരിക്കുന്നത് നോക്കാം. In ideal remote sensing, a super sensor which is highly sensitive to all wavelength. A super sensor would be simple, reliable, accurate, economical, and requires no power or space. Ideal remote sensing പറയുന്നത് അതിലൊരു സൂപ്പർ സെൻസർ ആണ്. ഈ സൂപ്പർ സെൻസറിന്റെ പ്രത്യേകത എല്ലാ ടൈപ്പ് വേവ് ലെങ്തും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സെൻസർ ആയിരിക്കും അത്. ഈ സൂപ്പർ സെൻസർ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും, റിലയബിളും ആക്യുറേറ്റും ആയിരിക്കും, വളരെയധികം ചീപ്പ് ആയിട്ടുള്ള പ്രൈസിലുള്ളതായിരിക്കും. മാത്രമല്ല അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പവറോ സ്പേസോ ഒന്നും തന്നെ ആവശ്യമില്ല. The sensor yields data on absolute brightness from a scene as a function of wavelength. ഒരു സീനിലുള്ള ആബ്സലൂട്ട് ബ്രൈറ്റ്നസ് വെച്ചിട്ടാണ് ഈ ഒരു സെൻസർ അതിന്റെ ഡേറ്റ ഈൽഡ് ചെയ്യുന്നതെന്നാണ് ഐഡിയൽ റിമോട്ട് സെൻസിങ് പറയുന്നത്. ഇനി റിയൽ ആയിട്ടുള്ള റിമോട്ട് സെൻസിങ്ങിൽ എങ്ങനെയാണ് സെൻസർ ആക്ട് ചെയ്യുന്നത് നോക്കാം. Real sensors have fixed limits of spectral sensitivity, that is, they are not sensitive to all wavelength. ഒരു റിയൽ റിമോട്ട് സെൻസിങ്ങിൽ ഒരു സെൻസറിന് ഒരു ലിമിറ്റ് ഉണ്ട്. ചിലപ്പോൾ ഇന്ന ബാൻഡ്സ് തൊട്ട് ഇന്ന ബാൻഡ് വരെ ഉള്ളതായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് ബാൻഡ്സ് ആയിരിക്കും അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനൊരു ലിമിറ്റ് ഉണ്ട് അതിന്റെ സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റിക്ക്. അത് എല്ലാ വേവ് ലെങ്തും സെൻസിറ്റീവ് അല്ല, ചില വേവ് ലെങ്ത് മാത്രമായിരിക്കും റിയൽ റിമോട്ട് സെൻസിങ്ങിലുള്ള സെൻസേഴ്സിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. Also, they have limited spatial resolution. രണ്ടാമത്തെ കാര്യം റിയൽ റിമോട്ട് സെൻസിംഗിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ആയിരിക്കും. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വ്യത്യാസവുമായിരിക്കും. Selection of a sensor requires a trade-off between spatial resolution and spectral sensitivity.
സ്പേഷ്യൽ റെസൊല്യൂഷനും സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റിയും തമ്മിൽ സെൻസേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സെൻസർ നല്ല രീതിയിൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. തിരിച്ചും അതുപോലെ ആവാം. ഫോർ എക്സാമ്പിൾ, while photographic systems have a very good spatial resolution but have poor spectral sensitivity, non-photographic systems have poor spatial resolution. ഇപ്പോൾ photographic sensors ആണ്. ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സിന്റെ പ്രത്യേകത അതിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ നല്ലതായിരിക്കും, പക്ഷെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി വളരെ വീക്ക് ആയിരിക്കും. അതേസമയം നോൺ ഫോട്ടോഗ്രാഫിക് സെൻസേഴ്സിനാണെങ്കിൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ വളരെ കുറവായിരിക്കും, സ്പെക്ട്രൽ റിഫ്ലക്റ്റിവിറ്റി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു സെൻസർ റിയൽ റിമോട്ട് സെൻസിംഗിൽ ഇല്ല. The data handling system. Idea: a real-time data handling system which generates the instant radius versus wavelength response and processes into an interpretable format in a real time. ഒരു ഐഡിയൽ റിമോട്ട് സെൻസിംഗ് സിസ്റ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ അതിലുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ ടൈം ഡേറ്റ ഹാൻഡ്ലിംഗ് സിസ്റ്റമാണ്. അതായത് ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഇമേജറീസ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്തോ തന്നെ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുമെന്നാണ് ഐഡിയൽ റിമോട്ട് സെൻസിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്. അതായത് വരുന്ന വേവ് ലെങ്ത് റെസ്പോൺസ് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യും, അപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇന്റർപ്രറ്റബിൾ ഫോർമാറ്റിലാക്കി അത് മാറ്റുന്നു. The data derived is unique to a particular terrain and hence provide insight into its physical, chemical, biological state. ഒരു ടെറൈനിലുള്ള ഡേറ്റ ഡ്രൈവ് ചെയ്യുന്നത് ആ ഒരു ടെറൈൻ്റെ മാത്രം പ്രത്യേകതകളാണ്. മാത്രമല്ല ആ ഒരു സ്ഥലത്തിന്റെ തന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും കെമിക്കൽ പ്രോപ്പർട്ടീസും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ അതിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഐഡിയൽ റിമോട്ട് സെൻസിംഗ് സിസ്റ്റം പറയുന്നത്. ഇനി റിയൽ ആയിട്ടുള്ള റിമോട്ട് സെൻസിംഗിൽ എങ്ങനെയാണ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. Human intervention is necessary for processing sensor data, even though machines are also included in data handling. ശരിക്കും റിയൽ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് മെഷീൻസ് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ് അല്ല, അവിടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമായിട്ടുണ്ട്. This makes the idea of real-time data handling almost impossible. ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഏരിയൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗ് ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെയുള്ള പ്രോസസ്സിംഗ് സാധ്യമല്ല. The amount of data generated by sensor far exceeds the data handling capacity. മാത്രമല്ല ഒരു സെൻസർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അത്രയും ഡേറ്റ ഒരു സമയത്ത് തന്നെ ഇരുന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ചും ഏത് സ്റ്റഡിയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചും അവർ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ ഡിഫറൻറ്റും ആയിരിക്കും. Last, the data users. In an ideal remote sensing system, multiple data users having knowledge in their respective disciplines and also in remote sensing data acquisition and analysis techniques are involved. ഒരു ഐഡിയൽ റിമോട്ട് സെൻസിംഗ് സിസ്റ്റത്തിൽ പറയുന്നത് മൾട്ടിപ്പിൾ ഡേറ്റ യൂസേഴ്സ് ആണ് ആ ഒരു ഡേറ്റ യൂസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ സ്വന്തം സബ്ജക്റ്റിൽ നല്ല നോളജ് കാണും. മാത്രമല്ല റിമോട്ട് സെൻസിംഗ് ഡേറ്റ അക്വിസിഷനിലും അതിന്റെ അനാലിസിസ് ടെക്നിക്സിലും ഒക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കും. The information collected will be available to them faster and at less expense. ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഡേറ്റ യൂസേഴ്സിന് പെട്ടെന്ന് തന്നെ അവൈലബിളും ആവും, അതും വളരെ ചീപ്പ് പ്രൈസിൽ. This information will aid the users in various decision making process and further in implementing these decisions. ഈ ഒരു ഇൻഫോർമേഷൻ ഈ യൂസേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുകയും അവർക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ശരിക്കും ഉള്ള റിമോട്ട് സെൻസിംഗിൽ എന്താണ് ഡേറ്റ യൂസേഴ്സ് എന്ന് നോക്കാം. The success of any remote sensing mission lies on the user who ultimately transforms the data into information. ഒരു റിമോട്ട് സെൻസിംഗ് ഡേറ്റയുടെ അല്ലെങ്കിൽ റിമോട്ട് സെൻസിംഗ് മിഷന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡേറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുമ്പോഴാണ്. This is possible only if the user understands the problem thoroughly and has a wide knowledge in the data generation. ഇത് പോസിബിൾ ആവുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെ പറ്റി ആ ഒരു യൂസറിന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവുകയും അതിൽ നിന്ന് അദ്ദേഹം ആ ഒരു ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യുമ്പോഴുമാണ്. The user should know how to interpret the data generated and should know how best to use them. ഒരു യൂസർ
അയാൾക്ക് കിട്ടുന്ന റിമോട്ട് സെൻസിങ് ഡേറ്റയെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഡേറ്റ ജനറേറ്റ് ചെയ്യണം എന്ന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. അത് ബെസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഡേറ്റ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസും എറേഴ്സും വരാം.